സ്റ്റേഡിയം പൊളിച്ചു മാറ്റമൊന്നുമല്ലല്ലോ ചെയ്യുന്നത്, നവീകരിക്കുകയല്ലേ ചെയ്യുന്നത്. അല്ല, നമ്മുടെ നാട്ടിലൊരു നല്ല കാര്യവും നടക്കാൻ പാടില്ല എന്നുള്ളതാണോ? ബാക്കി നോക്കിയിട്ട് പറയാം. ഞാനിപ്പോ നിങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, സ്റ്റേഡിയം നവീകരിക്കുന്നു, GCDAക്കോ സർക്കാരിനോ ചെലവ് വരുന്ന കാര്യമല്ല. അദ്ദേഹം വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണല്ലോ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നോ? ചോദിച്ചപ്പോ മാധ്യമപ്രവർത്തകരോട് ആക്രോശിക്കുന്ന ഒരു നിലപാടാണ് കണ്ടത്. പക്ഷെ എന്നിട്ട് മാധ്യമങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമൊന്നും കണ്ടില്ലല്ലോ. സാധാരണ ആരെങ്കിലും, ഇപ്പോ ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും ആണ് കുറച്ചൊന്ന് കടുപ്പിച്ച് പറഞ്ഞതെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെയൊന്നുമല്ലോ ഇപ്പൊ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിവിലേജ് ഉണ്ടോ? മാധ്യമങ്ങൾ പ്രത്യേക പ്രിവിലേജ് ചിലർക്കൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളോടൊക്കെ എന്തുമാവാം, ചിലരെയൊക്കെ ഭയക്കണമെന്നതാണോ സ്ഥിതി? അവസാനിച്ചു എന്ന് തോന്നുന്നു. സ്പോൺസറിന് നേരിട്ട് കരാറില്ല. പക്ഷെ എങ്ങനെയാണ് അവിടെ ഈ സ്റ്റേഡിയത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, പെയിന്റ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ മാറ്റം കൊണ്ടുവരുന്നത്? ഞാനതിന്റെ വിശദാംശം നോക്കിയിട്ടില്ല. ഒരു കാര്യം, അവിടെ സ്റ്റേഡിയം നവീകരിക്കുകയല്ലേ ചെയ്യുന്നത്, സ്റ്റേഡിയം പൊളിച്ചു മാറ്റമൊന്നുമല്ലല്ലോ ചെയ്യുന്നത്, നവീകരിക്കുകയല്ലേ ചെയ്യുന്നത്. സ്പോൺസറിന് കരാറില്ലാതെ അല്ല, നമ്മുടെ നാട്ടിലൊരു നല്ല കാര്യവും നടക്കാൻ പാടില്ല എന്നുള്ളതാണോ? ബാക്കി നോക്കിയിട്ട് പറയാം. ഞാനിപ്പോ നിങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, സ്റ്റേഡിയം നവീകരിക്കുന്നു, GCDAക്കോ സർക്കാരിനോ ചെലവ് വരുന്ന കാര്യമല്ല. ഒരാൾ ഒരു കാര്യം, ഒരു പൊതു സൗകര്യം നവീകരിക്കുന്നു, വിപുലീകരിക്കുന്നു, അതിന് നമ്മൾ വിവാദത്തിന്റെ സാധ്യത എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. SIR വേഗത്തിൽ തന്നെ നടപ്പാക്കണം. ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കണം എന്നാണ് പറയുന്നത്. ഇത് സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നതിന് മുന്നോടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൂടി അറിയിക്കുന്നത്. SIRന്റെ കാര്യത്തിൽ കേരള നിയമസഭ ഏകകണ്ഠമായിട്ട് അതിനെതിരായ ഒരു പ്രമേയം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെ കേരളത്തിൽ SIR ഇപ്പോൾ തന്നെ നടത്തണമെന്ന് പറയുന്നത് വളരെ വളരെ ദുരൂഹമാണ്, സംശയാസ്പദമാണ്. അത് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ SIR കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം. ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞതാണ് ഇപ്പൊ കേരളത്തിൽ നടത്തുക ബുദ്ധിമുട്ടാണ് എന്നത്. അതുപോലും മുഖവിലക്കെടുക്കാതെ ധൃതി പിടിച്ച് ഇപ്പോ SIR നടത്താൻ ശ്രമിക്കുന്നതിന്റെ താല്പര്യം എന്തായാലും സതുദ്ദേശമല്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കർണാടകയിൽ ഇപ്പോൾ ഒരു സർക്കാർ ഭൂമി തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹമാണല്ലോ വിശദീകരണം നൽകേണ്ടത്. അദ്ദേഹത്തെ കുറിച്ചല്ലേ ആക്ഷേപവും ആരോപണങ്ങളും വന്നിട്ടുള്ളത്. അദ്ദേഹം വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണല്ലോ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നോ? ചോദിച്ചപ്പോ മാധ്യമപ്രവർത്തകരോട് ആക്രോശിക്കുന്ന ഒരു നിലപാടാണ് കണ്ടത്. പക്ഷെ എന്നിട്ട് മാധ്യമങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമൊന്നും കണ്ടില്ലല്ലോ. സാധാരണ ആരെങ്കിലും, ഇപ്പോ ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും ആണ് കുറച്ചൊന്ന് കടുപ്പിച്ച് പറഞ്ഞതെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെയൊന്നുമല്ലോ ഇപ്പൊ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിവിലേജ് ഉണ്ടോ? മാധ്യമങ്ങൾ പ്രത്യേക പ്രിവിലേജ് ചിലർക്കൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളോടൊക്കെ എന്തുമാവാം, ചിലരെയൊക്കെ ഭയക്കണമെന്നതാണോ സ്ഥിതി? അത് തന്നെയാണ് ഈ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇതിലൊരു അന്വേഷണം പോലും നടത്തുന്നില്ല. മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരിക്കുന്നത്. അതിന്റെ അന്തർധാര എന്താണെന്നുള്ളത് അവര് വിശദീകരിക്കേണ്ടതാണ്. ഇപ്പോ കോൺഗ്രസില് ഒരുപാട് പേര് രംഗത്തുണ്ടല്ലോ, അവരല്ലേ മറുപടി പറയേണ്ടത്. ശ്രീ VD സതീശനുണ്ട്, പ്രതിപക്ഷ നേതാവ്. പിന്നെ കേരളത്തിൽ തന്നെ ഞാൻ ഉണ്ടാവും എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ശ്രീ KC വേണുഗോപാലുണ്ട്. പിന്നെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്. ഇവര് മൂന്നുപേരും വ്യക്തമാക്കട്ടെ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ
എന്ത് നടപടിയാണ് കർണാടക ഗവൺമെന്റ് എടുക്കുന്നത് എന്നത്. അപ്പൊ ഇതിന് ഉത്തരം പറയേണ്ടത് BJP സംസ്ഥാന പ്രസിഡന്റും പിന്നെ കർണാടക ഭരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളുമാണ്. ശ്രീ KC വേണുഗോപാൽ ആണെങ്കിൽ കർണാടകയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഉത്തരവാദിത്തമല്ലേ? അപ്പൊ ശരി, പ്രതികരണമില്ലേ? അതവിടെ വെച്ചു.